ഹലോ ഗായ്സ്, നല്ല മഴയാണല്ലേ, നല്ല മഴയാണ്. അപ്പോൾ ഈ മഴയത്ത് ഒരു ചൂട് പരിപ്പുവട ഒരു ചായയും കഴിച്ചാലോ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് പരിപ്പുവട ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് മെയിനായിട്ട് വേണ്ടത് കടലപ്പരിപ്പാണ്. കടലപ്പരിപ്പ് 2 കപ്പ് കടലപ്പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് 3 മണിക്കൂർ ഞാൻ കുതിരാൻ വെച്ചിട്ട് 3 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ ഇത് കുതിരാൻ വെക്കാം കേട്ടോ. എന്നിട്ട് വെള്ളം ഇല്ലാണ്ട് വേണം ഇത് അടിച്ചെടുക്കാൻ. അതിന് ഒരു പിടി നേരത്തെ മാറ്റി വെക്കണം. ഇതിൽ നിന്ന് കുതിർന്നതിന് കുറച്ച് മാറ്റി വെക്കണം, ബാക്കി നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ ഇഞ്ചി, പച്ചമുളക്, അതുപോലെ തന്നെ കറിവേപ്പില, ഒരു സബോള ഒക്കെ ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ്. അപ്പോൾ നമുക്കിത് ബാക്കിയുള്ളത് നമുക്ക് വെള്ളമില്ലാതെ അടിച്ചെടുക്കാം കേട്ടോ. ഇതാണ് അടിച്ചെടുത്തത്. ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ച് നമ്മുടെ ഇഞ്ചിയും അതുപോലെ കറിവേപ്പിലയും സവോളയും ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കായപ്പൊടി ഇട്ടാൽ നല്ല ടേസ്റ്റിയാണ്. അതുപോലെ സബോളയ്ക്ക് പകരം നമുക്ക് ചെറുള്ളി വേണമെങ്കിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിന് ഞാൻ ഒരു വലിയ സബോളയാണ്. എന്നിട്ട് നമുക്ക് മാറ്റി വെച്ചിരുന്ന കടലപ്പരിപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത ശേഷം അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ, നല്ല ജീരകം. അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ ഇത് റെഡി ആയിട്ടോ. അപ്പോൾ നമുക്ക് കുഴച്ചെടുത്തിട്ട് നമ്മുടെ പരിപ്പ് വളരെ വട്ടത്തിലെടുക്കാം. ഇത് ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ നല്ല തിളച്ച ശേഷം നമുക്ക് റൗണ്ട് ആക്കിയിട്ട് അതിലേക്ക് ഇങ്ങനെ ഓരോന്ന് ഇട്ട് കൊടുക്കുക. ഇത്രയുള്ള സിമ്പിളാണ് കേട്ടോ. അപ്പോൾ വീട്ടിലെന്തായാലും മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഒരു അടിപൊളി ടേസ്റ്റിയായി പരിപ്പുവട മുഴുമരുന്നിനുള്ളത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഓക്കെ ബൈ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ ബൈ.